പൂക്കളിൽ പുതുമ്പി പാറി വന്നേ. ഉത്രാടപ്പൂനിലാവുദിച്ചുയരും രാവിൽ തുമ്പപ്പൂ ചിരിയുമായി കോടിയുടുത്തേ. ഉത്രാടപ്പൂനിലാവുദിച്ചുയരും രാവിൽ തുമ്പപ്പൂ ചിരിയുമായി കോടിയുടുത്തേ. തൃക്കാക്കരയപ്പന്റെ തിരുമുറ്റത്തിന് തിരുവോണപ്പാട്ടിൻ ശ്രുതി ചേർന്നു. തൃക്കാക്കരയപ്പന്റെ തിരുമുറ്റത്തിന് തിരുവോണപ്പാട്ടിൻ ശ്രുതി ചേർന്നു. തിരുവോണപ്പാട്ടിൻ. നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായി വന്നിട്ടുള്ള, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള നമ്മുടെ കലാഭവൻ്റെ, ഞാനീ പറഞ്ഞത് കലാഭവൻ്റെ പഴയ സ്റ്റുഡൻറ്റ് കൂടിയായിട്ടുള്ള തിരക്കഥാകൃത്തും ഗാനരചയിതാവുമൊക്കെയായ ഷിബു ചക്രവർത്തി എന്ന് പറയുന്ന നമ്മുടെ മഹനീയ സാന്നിധ്യം ഇവിടെ എത്തിയിട്ടുണ്ട്. മാവേലി നാടുപാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒരുപോലെ ആകണമെന്നുള്ള സന്ദേശമാണ് അന്ന് അക്കാലത്ത് മഹാബലിയുടെ ഓർമ്മകൾ വെച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പാടി നടക്കുന്നത്. ഇപ്പോഴും കലാഭവൻ എന്ന് പറയുന്ന പ്രസ്ഥാനം മഹാബലി പറഞ്ഞതുപോലെ തന്നെ ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവർക്കെല്ലാവർക്കും കല അഭ്യസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടാണ് 1969 കലാഭവൻ എന്ന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. നമ്മുടെ വിശിഷ്ടാതിയായി ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ കലാരംഗത്ത്, സിനിമാ രംഗത്ത് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള തിരക്കഥാകൃത്താണ്, ഗാനരചയിതാവാണ്, സമൂഹത്തിലെ അറിയപ്പെടുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്, ശ്രീ ഷിബു ചക്രവർത്തിക്ക് കലാഭവൻ്റെ പേരിൽ ഞാൻ ആദ്യമായി സ്വാഗതം പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം, ഓണാശംസകളും അറിയിക്കുകയാണ്. കമ്പമേറ്റുന്നൊരിമ്പം വരുത്തുന്ന വമ്പേഴും കൊമ്പുരണ്ടും അമ്പയുയർത്തി കൊമ്പൻ തുമ്പങ്ങൾ അമ്പെ കൊഴിച്ചിടുന്നു, അമ്പെ കൊഴിച്ചിടുന്നു. ഓണത്തോടനുബന്ധിച്ച് നിരവധി ഉത്സവ കളികൾ, മറ്റ് കലാപരിപാടികൾ എല്ലാം നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ദീർഘിപ്പിക്കാതെ ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നൽകുകയാണ്. ഇങ്ങോട്ട് പോരുംവഴി ഞാൻ എഴുതിയ ഒരു ചെറു കവിത ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പൊന്നോണത്തിനാരവമായി പൂക്കളമെങ്ങും തെളിയുകയായി, പാറുകയായി പൈങ്കിളി വൃന്ദം, പാടുകയായി കുയിൽ നിരകൾ. പ്രകൃതി ചിരിക്കും വേളയിതാ, പ്രണവമുയർത്തും മേളമിതാ, ഉത്സാഹത്തിൻ താളവുമായി ഉത്സവകാലം വിരിയുകയായി. മലരുകൾ തേടി വരുന്നെങ്ങും ശലഭഗണങ്ങൾ മധുനുകരാൻ, ഓണത്തപ്പൻ വന്നിടവേ വീണകൾ മീട്ടുവ നാം ഒന്നായി. ഓണത്തപ്പൻ വന്നിടവേ വീണകൾ മീട്ടാൻ നാം ഒന്നായി. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയപൂർവ്വം ആശംസകൾ നേരുന്നു. ആദ്യമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും തിരുവോണത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. എനിക്ക് സംസാരിക്കണമെങ്കിൽ എൻ്റെ സുഹൃത്തും കൂടി എൻ്റെ അടുത്ത് വേണം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഷിബു ചക്രവർത്തിനെ ഈ വേദിയിലേക്ക് വിളിക്കുന്നു. 45 വർഷത്തിന് അധികമായിട്ടുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. രഞ്ജിനി കാസറ്റ് എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടി ഏതാണ്ട് 12 വർഷത്തിനടുത്ത് ഞങ്ങൾ ഒന്നിച്ച് തൊഴിലാളികളെപ്പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്, സംഗീതവും ഗാനരചനയൊക്കെ ആയിട്ട്. അപ്പോൾ പറയാനാണെങ്കിൽ ജീവിതത്തിലെ പല നാഴികക്കല്ലുകളിലൂടെ കടന്നു പോകുമ്പോൾ ഷിബുവിൻ്റെ പേര് ഇവിടെ തലച്ചോറിൽ അടിച്ചു വച്ചിരിക്കുകയാണ്. അതൊരിക്കലും മായ്ച്ചു കളയാൻ പറ്റില്ല. പുറത്ത് എഴുതി വെച്ചിരുന്നെങ്കിൽ മായ്ച്ചു കളയായിരുന്നു, പക്ഷേ തലക്കകത്തായിപ്പോയി എഴുതി വെച്ചത്. കാരണം ഷിബുവിൻ്റെ വീട്ടിലാണ് നമ്മൾ കറുത്ത പെണ്ണ എന്നുള്ള പാട്ട് കമ്പോസ് ചെയ്ത് തുടങ്ങിയത്. അതൊരു ഓണത്തിന് വേണ്ടിയായിരുന്നു കമ്പോസ് ചെയ്തത്. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഷിബുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് കമ്പോസിങ് തുടങ്ങാൻ നേരത്തിരിക്കാൻ നേരത്ത് ഇദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് നാടൻ പാട്ടുകളുടെ ഒരു കട്ടിയുള്ള പുസ്തകം ഇരിപ്പുണ്ടായി. തുടങ്ങുന്നതിന് മുമ്പ് വെറുതെ ബുക്ക് ഇങ്ങനെ മറിച്ച് നോക്കി,
2-3 പേജൊക്കെ ഇങ്ങനെ മറിച്ച് കുറച്ചിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഷിബുവിനോട് പറഞ്ഞു, ഷിബു ഇത് കറുത്ത പെണ്ണ് കരിങ്കുഴലിൽ നിന്നുള്ളത് വയലാർ എഴുതിയതല്ലേ, ഇതെന്താ ഇതിൻ്റെ അകത്ത് നാടൻ പാട്ടുകളുടെ പുരാതന നാടൻ പാട്ടുകളുടെ അടുത്ത് എഴുതി വെച്ചേക്കണമെന്ന്. അപ്പോൾ ഷിബു പറഞ്ഞ് ഇത് സർക്കാർ പണ്ട് ഇറക്കിയിട്ടുള്ളതാണ്, ആർക്ക് വേണമെങ്കിൽ നമ്മുടെ സ്ഥിരമായിട്ട് ഇങ്ങനെ തലമുറകളായിട്ട് പാടിപ്പതിഞ്ഞ പാട്ടുകളാണ് ഇതൊക്കെ, ആർക്കും കൊടുക്കുക അതിനകത്ത് നിന്ന്, പ്രത്യേകിച്ചൊരു ലിമിറ്റേഷനൊന്നുമില്ല എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളും എടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു പേജ് വരച്ചപ്പോഴത്തേക്കും കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട് വരുത്തപ്പെട്ട് എന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എടുക്കാമല്ലോ വേണമെങ്കിൽ നമ്മൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ, ആർക്ക് വേണമെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് അതിനൊരു ഈണമിട്ട് ആ ഓണത്തിന് വേണ്ടി ഞങ്ങൾ ആ പാട്ട് ബാക്കി ആ തുടക്കം മാത്രം എടുത്തിട്ട് ബാക്കി ഷിബു എഴുതി ചേർത്ത് ഒരു നല്ലൊരു പാട്ടാക്കിയാണ് പുറത്തിറക്കിയത്. അത് പ്രിയൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് ഞങ്ങളെ വിളിച്ച് അത് തേന്മാവിൻ കുമ്പത്തിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെ തുടക്കം വിത്തിട്ടത് ഷിബുവാണ്. അപ്പോൾ അതുകൊണ്ട് ഷിബുവിനോട് അതിന് ഒരു നന്ദി പറയട്ടെ. അത് ചെറിയ നന്ദിയാണ് കേട്ടത്. അത് കഴിഞ്ഞ് അടുത്തത് തുടങ്ങാം. ഞങ്ങളിങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ പാട്ടുകൾ കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞല്ല, ഞങ്ങൾ സ്ഥിരം തൊഴിലാളികളെ പോലെ ഇങ്ങനെ 10-12 വർഷം പണിയെടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരിക്കൽ കേട്ട് ഇവിടെ നിന്ന് വേറെ ചിലരൊക്കെ സിനിമയിൽ ചെന്ന് ഷൈൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരോട് ചിലർ ചോദിച്ച് അപ്പോൾ ഷിബു കയറി തുടങ്ങി സിനിമയിലേക്ക്. ആ ബേണി ഇഗ്നേഷ്യസിനെയും കൂടി നിങ്ങളുടെ കൂട്ടി, അതായത് നിങ്ങളുടെ ടീമല്ലേ, ഒന്ന് ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിൽ ഒരാൾ പറഞ്ഞത് അവർ കുറേ കൂടി പഠിക്കാനുണ്ട്, പഠിച്ചിട്ട് വരട്ടെ, അപ്പോൾ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് കയറ്റാം എന്ന് പറഞ്ഞു. പക്ഷേ വലിയ പഠിപ്പൊന്നും അത്രയും വന്നില്ല. അതിന് മുന്നേ ഷിബു റെക്കമെൻഡ് ചെയ്ത് ഞങ്ങൾക്കൊരു സിനിമ കിട്ടി. അപ്പോൾ ഷിബു സ്ക്രിപ്റ്റ് എഴുതി ഞങ്ങൾ സംഗീതം ചെയ്യേണ്ടതായിട്ടാണ് തുടക്കം. പക്ഷേ അതിന് വലിയ എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റൊക്കെ വേണ്ടി വന്നല്ലേ, ഫ്ലൈറ്റൊക്കെ ഉൾപ്പെടുത്തി ഉള്ള ഒരു ചിത്രം, അതിൻ്റെ വലിയ ഒരുപാട് എക്സ്പെൻസ്, അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഷിബു ഒരു വാക്ക് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി, ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് ഞാൻ പിന്മാറുകയാണ്, പാട്ട് എഴുതി ഞാൻ നിൽക്കണ്ടല്ലോ ഇതിനകത്ത്, ഇവരെ ഞാൻ വെറുതെ വിളിച്ചുകൊണ്ടതിനകത്ത് കൊണ്ടുവന്ന് ആശ കൊടുത്തതാണ്. എന്നോട് ഒരു സിനിമ റെക്കമെൻഡ് ചെയ്യാമോ എന്ന് ചോദിച്ച് വന്ന ആളുകളല്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെ നിലനിർത്തിക്കൊണ്ട് ഞാൻ പിന്മാറുകയാണ്, അപ്പോൾ അവർക്ക് ആ പടം കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒന്നാമത്തെ പടം ആയിട്ടുള്ള കാഴ്ചക്കപ്പുറം എന്ന പടം ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടൊരു വലിയ നന്ദി, നേരത്തെ എൻ്റെ പറഞ്ഞതിൻ്റെ ഇരട്ടി ഉള്ള ഒരു വലിയ നന്ദി. അങ്ങനെ ഞങ്ങളൊരു സ്റ്റെപ്പ് വെച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് സിനിമയിൽ ഞങ്ങൾ ഉണ്ടാവില്ലായിരുന്നു, ഈ ഫീൽഡിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാവില്ലായിരുന്നായിരിക്കും. കാരണം വെച്ചാൽ ആ കാസറ്റിൻ്റെ ഫീൽഡിൽ കുറേ കാലം വർക്ക് ചെയ്തെങ്കിലും അത് കഴിഞ്ഞ് സിനിമ വരുമ്പോഴത്തേക്കും നമ്മളതിനകത്ത് ഉൾക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ ആ ഒരു കണ്ടിന്യൂഷനായിട്ട് വന്നിട്ടാണ് അതിൻ്റെ അകത്തുള്ള കറുത്ത പെണ്ണൊക്കെ കേട്ടിട്ടാണ് പ്രിയൻ ഞങ്ങൾ വിളിച്ചത് തേന്മാവിൻ കുമ്പത്തിൽ. അതിൻ്റെ ഒക്കെ പറയാനാണെങ്കിൽ ഒരുപാട് പറയാം, പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ഓണം നടക്കില്ല നമ്മുടെ, അതുകൊണ്ട് അത് നിൽക്കട്ടെ. പക്ഷെ ഒരു ദുഃഖമുണ്ട്, കാരണം പലപ്പോഴും ഷിബു ഞങ്ങളുമായിട്ട് കാസറ്റിൽ വർക്ക് ചെയ്തിരുന്ന ആ കാലഘട്ടം ഓർത്തിട്ട് ഒരു സിനിമയിൽ വർക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം നടന്നിട്ടില്ല ഇന്നുവരെ. ഇനിയിപ്പോൾ അത് നടക്കണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്, അതിൽ തന്നെ മുന്നോട്ട് പോകണത്. ഷിബു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ എന്ന് എഴുതിയ മൈക്ക് കൊടുക്കണം. ഇഗ്നീഷ്യസ് ഇത്രമാത്രം നന്ദി മനസ്സിൽ കൊണ്ടു നടക്കുകയാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. മിക്കവാറും ഒക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്, അപ്പോഴൊന്നും ഇത്ര നന്ദിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചാനലിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചാനൽ നടത്തിയിട്ടുണ്ടെന്നല്ലാതെ ചാനൽ കാണാറില്ല. കലാഭവനിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓർമ്മകൾ, കാരണം എറണാകുളത്തുള്ള എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 10-60 വയസ്സ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവണം കലാഭവനിൽ വന്ന് എന്തെങ്കിലും പഠിക്കുക എന്നുള്ളത്. അഭിനയം ഉണ്ടായിരുന്നു, സംഗീതം ഉണ്ടായിരുന്നു, ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഞാൻ 7ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാണ് വയലിൻ പഠിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. ഞാനപ്പോൾ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള റൂമിലാണ് അഡ്മിഷൻ എടുക്കാൻ. അപ്പോൾ ഒരു മഞ്ഞ കാർഡ് ഫില്ല് ചെയ്യുമ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വയലിൻ്റെ സ്പെല്ലിങ് അറിയില്ല എന്നുള്ളത്. എന്തായാലും എല്ലാ പിള്ളേരുടെ പോലെ ഞാനും കുറച്ച് ദിവസം വയലിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു എന്നല്ലാതെ എങ്ങും എത്തിയില്ല. ഒരുപക്ഷെ അങ്ങനൊരു നിയോഗം ഉണ്ടായിരുന്നത് കൊണ്ടിട്ടായിരിക്കാം അതിട്ടിട്ട് പോയിട്ടും അവസാനം ജീവിതം മുഴുവൻ ഈ വയലിനിസ്റ്റുകളുടെയും ഓർക്കസ്ട്രക്കാരുടെയും കൂടെയൊക്കെ കഴിയേണ്ടി വന്നത്.
ഞാൻ അധികം ദീർഘിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഈ വേദിയിൽ പെർഫോം ചെയ്യാനുണ്ടെന്ന്. എന്തായാലും കലാഭവനിൽ വീണ്ടും വരാൻ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന എല്ലാവർക്കും, ഇഗ്നേഷ്യസിനും ഒപ്പം പ്രസാദ് ഇന്നുണ്ടാവുണ്ടായിരുന്നു. പ്രസാദ് വിളിച്ചു. എൻ്റെ വളരെ കോളേജ് തുടങ്ങിയുള്ള സുഹൃത്താണ്. എല്ലാവർക്കും നന്ദി. ഇതിൻ്റെ അപ്പുറം ഈ അച്ഛനെ പറ്റിയും കലാഭവൻ എന്താ ആബേലച്ഛനെ പറ്റിയൊക്കെ ഓർത്ത് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇപ്പോഴുള്ള അച്ഛൻ പറയുന്നു ഞാൻ 70,000 പാട്ടുകൾ എഴുതിയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ തീരുമാനിച്ചത് ഒറ്റ പാട്ടിനെ പറ്റി ഇനി മിണ്ടിപ്പോരുത് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇഗ്നേഷ്യസും കൂടി ഒപ്പം വന്നപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ്. കാരണം 70,000 പാട്ടുകൾ എഴുതിയ ഒരു വലിയ പ്രതിഭയുടെ മുമ്പിൽ നിന്ന് എന്നെ പോലെയുള്ള 200 പാട്ട് തികച്ചെഴുതാത്ത ഞാൻ എന്തു പറയാനാണ്. അപ്പം ഈ മനോഹര മുഹൂർത്തത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും ഒരു സപ്പോർട്ട്. മനോഹരമായൊരു മുഹൂർത്തമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം ഈ വേദിയിൽ നടക്കുന്നു. സന്തോഷകരമായൊരു മുഹൂർത്തമാണ്. നല്ലൊരു കൈയുടെ കൊടുക്കുക. എല്ലാവരും ഇങ്ങനെ ഒരുമാതിരി മടിച്ചിരിക്കാതെ, നമ്മുടെ പ്രോഗ്രാമല്ലേ, അതെല്ലാവരും മനസ്സിൽ കണ്ടു നല്ലൊരു കൈയുടെ കൊടുക്കുക. കലാഭവനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് പാതാളത്തിലിരുന്ന്. പക്ഷേ ഇന്നിവിടെ വരാനും ഈ കലയെ ആസ്വദിക്കാനും പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവർക്കും ഓണാശംസകൾ. എൻ്റെ ഒരു ചെറിയ മിമിക്രി ഞാൻ അവതരിപ്പിക്കുക. എൻ്റെ പ്രജകൾ ക്ഷമിക്കുമെന്ന് കരുതുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് എന്തെല്ലാം ശബ്ദങ്ങൾ കേട്ടുകൊണ്ടാണ്. പക്ഷികളുടെയും മൃഗങ്ങളുടെയും കോലാഹലങ്ങൾ കേട്ടുകൊണ്ടാണ് നമ്മളൊരു ദിവസം തുടങ്ങുന്നത്. ഇതാ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നു. നല്ലൊരു കൈയ്യടി കൊടുക്ക്. അവധിയാണെന്നറിഞ്ഞ കുട്ടികൾ ആർത്തുല്ലസിച്ച് തുള്ളിച്ചാടി. അവധിയാണെന്ന് കേട്ട മാതാപിതാക്കൾ തലയ്ക്ക് കൈയും കൊടുത്തിരിപ്പായി.
താങ്ക് യു. എല്ലാവർക്കും ഓണാശംസകൾ. ஒரு வனப்பட்டும் தாரே ஒத்துப்பிட்டு வாடி நம்மோட பக்கம் போவோம். പാട്ടും പരുന്ത കെട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കൂരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യടിതയേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യടിതയേ, എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യടിതയേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യടിതയേ. തനതിൻ്റെ താനതിന്തിനതിന്തിന്നോ തെയ്യം താനേ തെയ്യം തെയ്യം തരതിന്തിന്നോ. ആയിരം മാതളപ്പൂക്കൾ ആതിരേ നിന്നിഴിത്തുണ്ടിൽ മന്ദഹാസത്തേനൊലി ചുണ്ടിൽ മയങ്ങും ചുംബനക്കനി